പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു സന്തോഷ വാർത്ത. എൻട്രി ഒരുക്കുന്നു ബി ദ ഫോഴ്സ്. ഇത് എന്താണെന്നല്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന CPO, WCPO, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ ട്രെയിനി, ഫോറസ്റ്റ്, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ യൂണിഫോം പോസ്റ്റിലുള്ള ഏതൊരു ജോലിക്കും നിങ്ങൾക്ക് ഈ ഒറ്റ കോഴ്സിലൂടെ പഠിക്കാവുന്നതാണ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഈ ഒറ്റ പർച്ചേസിലൂടെ നിങ്ങൾക്ക് മെന്റർഷിപ്പോടുകൂടി നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത്, CPO ആണെങ്കിൽ CPO, അല്ലെ SI ആണെങ്കിൽ SI, ആ കോഴ്സുകൾ മെന്റർഷിപ്പോടുകൂടി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വർഷത്തെ CPO ആയാലും WCPO ആയാലും ഫയർമാൻ ആയാലും SI ആയാലും കേരളത്തിലെ ഏറ്റവും മികച്ച റാങ്കുകൾ, അത് 1ാം റാങ്ക് ഉൾപ്പെടെ ഏറ്റവും മികച്ച റാങ്കുകളെല്ലാം എൻട്രിയിലെ ഉദ്യോഗാർത്ഥികൾക്കായിരുന്നു. അവരുടെ സന്തോഷം ഞങ്ങളോടൊപ്പം അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. എൻട്രി ആപ്പ് വിജയയാത്ര തുടരുന്നു. സേനാ പദവികൾ സ്വന്തമാക്കി എൻട്രി യൂസേഴ്സ്. എൻട്രിയിലേക്ക് എത്തിപ്പെടുന്നത് ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ട ആ ഒരു സമയത്താണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവണം, ഒരു മെന്റർഷിപ്പ് ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായ ഗൈഡൻസ് ഇല്ലാണ്ട് ഒരിക്കലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻട്രിയിൽ സുജേഷ് സാറിൻ്റെ ഗോൾഡ് ബാച്ചിൽ അങ്ങ് ചേർന്നേക്കാം. അതാണ് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയത്. സന്തോഷം കേൾക്കുന്നതിന് വലിയ സന്തോഷമാണ്. അപ്പോൾ ഗോൾഡ് ബാച്ചിലുള്ള സ്റ്റുഡൻസൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കയറി പോകുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പരിചയമുണ്ട്, അങ്ങനെ കാര്യങ്ങൾ കേൾക്കുന്നു. നമ്മുടെ മെൻറ്റേഴ്സ് അവരെങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തത്? നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? അരുണല്ലായിരുന്നു? അരുൺ സാർ. നമ്മൾ എന്തെങ്കിലും സംശയം ചോദിച്ചു കഴിഞ്ഞാൽ സാറ് നമുക്ക് റിപ്ലൈ ചെയ്യും. അതുപോലെ നമുക്ക് ചില സമയത്തൊക്കെ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലൊക്കെ നമ്മൾ പറയും നമുക്ക് കിട്ടുമോ, ഇനിയിപ്പം കുറച്ച് ദിവസമേ ഉള്ളൂ, പഠിച്ചാൽ നമുക്ക് പറ്റുമോ. അപ്പോൾ പറയും പഠിച്ചാൽ എന്തായാലും പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്. പിന്നെ എൻട്രിയിൽ എങ്ങനെയാണ് മോഡൽ എക്സാമുകളൊക്കെ? അത് എന്നോട് പറയാൻ പറ്റുമോ? എൻട്രിയിലെ ലൈവ് എക്സാം ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മോഡലിനെക്കാട്ടിലും ലൈവ് എക്സാം. കാരണം ലൈവ് എക്സാമിൽ 1000-ത്തിലധികം ആൾക്കാർ എഴുതും. അപ്പം നമുക്ക് നമ്മളെ പൊസിഷൻ ഓരോ ദിവസം കാണാൻ പറ്റും. അപ്പം നമുക്കൊരു വാശി വരും. ഞാൻ PSC ഫീൽഡിലേക്ക് കടന്നു വന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തത് യൂട്യൂബ് ക്ലാസ്സസിനെ ആയിരുന്നു, അതായത് ഓൺലൈൻ ക്ലാസ്സസിനെ. അപ്പം ആ സമയത്ത് PSCയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത് എൻട്രിയുടെ ക്ലാസ്സുകളാണ്. ഞാൻ ഇംഗ്ലീഷിന് കംപ്ലീറ്റ് ആയിട്ട് രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ്സുകളാണ് ഫോളോ ചെയ്തിരുന്നത്. സാറിൻ്റെ ശൈലിയും സാറിൻ്റെ ഇംഗ്ലീഷിൻ്റെ ടിപ്സുകളും ഇപ്പം എനിക്ക് എക്സാം സമയത്ത് റിവിഷൻ ആണെങ്കിൽ പോലും സാറിൻ്റെ ക്ലാസ്സുകളായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തതും പഠിച്ചതും. അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതും എല്ലാം സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടായിരുന്നു. പിന്നെ ഞാൻ PSCയിലോട്ട് വന്ന സമയത്ത് കുറേ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെ പോയിൻ്റ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെ പോയിൻ്റ് കവർ ചെയ്താൽ അങ്ങനെയൊക്കെ ആവും എന്നുള്ളത്. സുജയ് സാറിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് PSCയിൽ എങ്ങനെ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാറ് ഓരോ എക്സാമിന് മുൻപും ശേഷവും ഓരോ എക്സാമിനെ വിലയിരുത്തിക്കൊണ്ടിരുന്ന ക്ലാസ്സുകൾ എനിക്ക് എക്സാം ടൈമിൽ ഏതൊക്കെ ഏരിയാസ് കവർ ചെയ്യണം, ഫോക്കസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് കുറേ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ PSCയിലിരിക്കുമ്പം എല്ലാവരും ഉള്ള പോലെ തന്നെ കുറേയധികം പരിഹാസങ്ങളും പ്രയാസങ്ങളും എല്ലാം നേരിട്ട സമയങ്ങളുണ്ടായിരുന്നു. അതിനിടയ്ക്ക് തന്നെ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ എന്നാൽ PSC നിർത്തിയാലോ എന്ന് വരെ ചിന്തിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം സത്യം പറഞ്ഞാൽ ഒരു പ്രചോദനമായിട്ട് ഉണ്ടായിരുന്നത് പ്രദീപ് സാറിൻ്റെ വാക്കുകളായിരുന്നു. ക്ലാസ്സിനിടയിലാണെങ്കിൽ പോലും സാറിൻ്റെ ഓരോ മോട്ടിവേഷണൽ ആയിട്ടുള്ള വാക്കുകളാണെങ്കിൽ പോലും എനിക്ക് പറ്റും, അടുത്ത എക്സാമിന് എന്നെ കൊണ്ട് സാധിക്കും, നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ റിസൾട്ട് അടുത്ത എക്സാമിൽ കാണും എന്ന് സാറിൻ്റെ ആ വാക്കുകൾ എന്നെ കുറേ അധികം സ്വാധീനിച്ചിട്ടുണ്ട്. PSC ലൈഫിൽ PSC ജേർണിയിൽ സാറ് വലിയൊരു ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അപ്പം PSCയുടെ പുതിയ മാറ്റങ്ങൾ വെച്ചിട്ട് സിലബസിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനിൽകുമാർ സാറിൻ്റെ ക്ലാസ്സുകളാണെങ്കിലും സുപ്രധാന നിയമങ്ങളിലെല്ലാം സാറിൻ്റെ ക്ലാസ്സുകൾ വളരെ യൂസ്ഫുള്ളായിരുന്നു. പിന്നെ ലൈവ് സെക്ഷൻസും റിവിഷൻ ക്ലാസ്സുകളും എല്ലാം ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകളാണെങ്കിലും കറണ്ട് അഫേഴ്സിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിലും ഞാൻ എൻട്രിയുടെ ഇഷ്ടമായിരുന്നു പഠിച്ചിരുന്നത്. പല സാഹചര്യങ്ങളിലും മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞ അവസ്ഥയിലൊക്കെ എൻ്റെ മെൻറ്റർ അരുൺ സാറായിരുന്നു. സാറിനോട് പറയുന്ന സമയത്ത് സുജേഷ് സാറിൻ്റെ ലൈവൊക്കെ കൂടുതലും ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആദ്യം എൻട്രിയിൽ മോക്ക് എക്സാം സ്ഥിരമായിട്ട് എഴുതുമായിരുന്നു. അപ്പോൾ എനിക്ക് അതിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അതിനുശേഷം ഞാൻ എൻട്രിയിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ബാച്ചിൽ കയറാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് പൈസ അടച്ച് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, കുഴപ്പമില്ല, പൈസ അടയ്ക്കേണ്ട, അല്ലാണ്ട് തന്നെ ഗോൾഡൻ ബാച്ച് തരാം, റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എൻ്റെ കയ്യിൽ നിന്ന് എൻട്രി ഫീസായിട്ട് 1 രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. എൻട്രിയുടെ ക്ലാസ്സുകളായാലും എല്ലാം നല്ല മികച്ച ക്ലാസ്സുകളാണ്. നോട്ട്സ് സുജേഷ് സാറിൻ്റെ നോട്ടാണ് ഞാൻ കംപ്ലീറ്റും പഠിക്കുമായിരുന്നത്. പിന്നെ ഡെയിലി ഉള്ള ടോപ്പിക്കും ഡെയിലി ഉള്ള എക്സാമും എല്ലാം എഴുതുമായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ അതിലെ ലീഡർ ബോർഡ് നോക്കിയിട്ട് ഓരോ ദിവസവും എൻ്റെ റാങ്ക് ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും റാങ്ക് ഇങ്ങനെ മേളിലോട്ട് കയറി വരുന്ന കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. ഒരു എക്സാം പോലും വിടാണ്ട് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 9 മാസക്കാലം ഞാൻ വീട്ടിൽ നിന്ന് വേറെ ഒരു കാര്യത്തിനും പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിൽ തന്നെയായിരുന്നു. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രമാണ് പഠിച്ചത്. ഒരു എക്സാം മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത്. പക്ഷേ എനിക്ക് 7 ലിസ്റ്റുകളിൽ വരാൻ സാധിച്ചത് എൻട്രി മാത്രം കാരണമാണ്. ഞാൻ എങ്ങും വേറെ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. ഈ എൻട്രി ആപ്പിലേക്കുള്ള കടന്നുവരവ്, അതിനുശേഷം എൻട്രി ആപ്പ് അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെ ക്ലാസ്സുകൾ എപ്രകാരം പ്രയോജനപ്പെട്ടു? എൻട്രി ആപ്പുകൾ സത്യത്തിൽ എനിക്ക് ഇംഗ്ലീഷ് ഒരു വക അറിയാൻ പറ്റില്ല. ABCD അല്ലാണ്ട് ഇംഗ്ലീഷിൽ ഒരു വക അറിയാം. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഇംഗ്ലീഷ് ഒരു വക അറിയില്ല. പക്ഷേ ഞാനതിൽ ആദ്യമായിട്ട് എൻട്രി എടുക്കുമ്പോൾ നമുക്ക് 7 ഡേയ്സ് ഫ്രീ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അന്ന് ഞാൻ ഇപ്പോൾ എന്നോട് ഇരിക്കുന്ന രഞ്ജിത്ത് സാറിൻ്റെ ക്ലാസ് ഞാൻ 7 ദിവസത്തേക്ക് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് നമുക്കറിയാം ടെക്നിക്ക് പരമായിട്ട്, അതായത് ഇങ്ങനെ ഗ്രാമർ ഉൾപ്പെടെ മൊത്തം പഠിക്കുക എന്നുള്ള അല്ലാണ്ട് ടെക്നിക്ക് പരമായിട്ടാണ് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് അപ്പോൾ അത് 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. ഒരു എക്സാമിനും 2-3 മാർക്ക് ആ 7 ദിവസത്തിന് തന്നെ എനിക്ക് കിട്ടാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ എൻട്രി ആപ്പ് എടുത്ത് അതിലെ ക്ലാസ്സുകൾ, ഇപ്പോൾ രഞ്ജിത്ത് സാറിൻ്റെ യൂട്യൂബിലെ ക്ലാസ്സുകളാണെങ്കിലും എൻട്രിയിലെ ക്ലാസ്സുകളും മൊത്തം തീർത്ത് അതാണ് എന്നെ കൂടുതലായിട്ട് എൻട്രിയിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് കിട്ടുക എന്നുള്ളതാണ്. ആ ഇംഗ്ലീഷും പിന്നെ അതുപോലെ തന്നെ മലയാളം, അതുപോലെ തന്നെ പ്രദീപ് സാറിൻ്റെ ആ മോട്ടിവേഷൻ, അത് എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ IRB എക്സാമിന് 1 മാസം മുമ്പ് തന്നെ ആയിരുന്നു IRB എക്സാം. ആ എക്സാം ഞാൻ എഴുതുമ്പോൾ എനിക്ക് 30-35 മാർക്ക് കിട്ടിയിട്ടുള്ളൂ. അന്ന് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 50 മാർക്കോളമാണ്. അപ്പോൾ ആ കട്ട് ഓഫ് കടക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം ഞാൻ അതുപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പഠിക്കുക എന്ന് മാത്രമല്ല, നമ്മളെ എക്സാമിൽ എങ്ങനെ എഴുതുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെനിക്ക് സാധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രദീപ് സാറിൻ്റെ ഇപ്പോൾ CPOയുടെ എക്സാം നടക്കുന്ന അന്ന് ഞാൻ ആകപ്പാട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് അവിടെ ചെന്നിട്ട് പ്രദീപ് സാറിൻ്റെ മോട്ടിവേഷൻ കേൾക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരു വക അതിന് പഠിക്കാനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. മോട്ടിവേഷൻ കേട്ട് ആ മോട്ടിവേഷൻ കേട്ട് ഞാൻ എക്സാം ഹാളിൽ പോയി ഇരുന്ന് എക്സാം ചെയ്തു. ഒരു ടെൻഷനും എനിക്ക് അന്ന് ഉണ്ടായില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കും, എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് പ്രദീപ് സാറിൻ്റെ മോട്ടിവേഷൻ്റെ ഒരു എഫക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ആ ഒരു എഫക്റ്റിൻ്റെ പുറത്തിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നു 1ാം റാങ്കോട് കൂടി. ഡെയിലി എക്സാംസ് എൻട്രി ഇടുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനും കൂട്ടുകാരനോടും മത്സരിച്ചാണ് എൻട്രിയുടെ എക്സാംസ് എഴുതിക്കൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾ അവിടെ തന്നെ ഇപ്പോൾ മാർക്ക് കുറയുമ്പോൾ ഞങ്ങൾ കളിയാക്കും, പരസ്പരം അങ്ങോട്ടും വാശിയേറിയൊരു മത്സരം തന്നെയായിരുന്നു ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ ഉണ്ടായത്. അതുപോലെ തന്നെ എൻട്രിയിലുള്ള ആൾക്കാർ തന്നെയുണ്ട്, എൻട്രിയിൽ എടുത്തേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ എൻട്രി എക്സാം എഴുതുമ്പോൾ 15 മാർക്കാണ് എനിക്ക് കിട്ടുന്നത് എൻട്രിയിൽ. ആ 15 മാർക്കാകുമ്പോൾ 800-900 റാങ്കിലായിരുന്നു ഞാൻ അന്ന് കിടന്നു വെച്ചത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എഴുതിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര മോശക്കാരനായ ഒരു സ്റ്റുഡൻ്റ് ആണോ എന്ന് ഞാൻ വിചാരിച്ചു. അവിടെ നിന്ന് പക്ഷേ തരണം ചെയ്ത് പഠിച്ച് 3ാം റാങ്ക് വരെ ഞാൻ എൻട്രിയിൽ എക്സാം അവസാന കാലഘട്ടത്തിൽ 3ാം റാങ്ക് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലായി എനിക്ക് കൊള്ളാം, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് എന്നുള്ള രീതി. അപ്പോൾ തന്നെ നമുക്ക് എക്സാംസ് കൂടുതൽ ഇതിന് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ട്, അത് കൂടുതലായിട്ട് നമുക്ക് ഉപകരിച്ചിട്ടുണ്ട്. ഡെയിലി എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ ഡെയിലി എക്സാംസ് എഴുതിയാണ് ഇത്രയും എത്തിയിരിക്കുന്നത്. ദിവസത്തിൽ നല്ലൊരു സമയം ഇതിനുവേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്നു, അത് സുഹൃത്തുക്കളോടൊപ്പവും അതുപോലെ എൻട്രി ആപ്പിനോടൊപ്പം. എൻട്രി വന്നതിന് ശേഷം ഒത്തിരി മാറ്റം ഉണ്ടായെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലേ. നേരത്തേക്ക് ഒത്തിരി കോച്ചിങ് സെന്ററിൽ പോയതാ സാറേ അലഞ്ഞു കഴിഞ്ഞ്, പക്ഷേ പിന്നെ ഇതിലൊരു വന്ന അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേ. ഞാൻ പല കോച്ചിങ് സെന്ററിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്കൊരു ട്രാക്കിലായി വന്നത് എൻട്രിയുടെ ഗോൾഡ് ബാച്ച് കൊണ്ട് തന്നെയാണ്. കാര്യം ഡെയിലി ഓരോ ടാസ്ക് വരും, പ്രീവിയസ് വർക്കൗട്ട് ചെയ്യണം, ഒരു മെൻറ്റർഷിപ്പോട് കൂടിയാണ് പഠിച്ചത് ഞാൻ. അപ്പോഴാണ് എനിക്ക് എങ്ങനെയാണ് PSC കൈകാര്യം ചെയ്ത് എങ്ങനെ കൊണ്ടുവരാമെന്ന് പെട്ടെന്ന് വന്നത്. അങ്ങനെയാണ് കാര്യം. ഇത് മോക്ക് ടെസ്റ്റ് അവർ ഡെയിലി പ്രീവിയസ് വർക്കൗട്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ ഉദാഹരണം പ്രീവിയസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് PSLVയുടെ വിക്ഷേപണ ദൗത്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ എക്സാമ്പിൾ 56 വിക്ഷേപിച്ച ഡേറ്റ് ചോദിക്കും, ഡേറ്റ് ചോദിക്കാറുണ്ട്, അതിലുള്ള ഉപഗ്രഹങ്ങൾ ഉൾപ്പെടാത്ത എന്നൊക്കെ ചോദിക്കും. ഇത് ഞാൻ പഴയ പ്രീവിയസ് വർക്കൗട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ സോഴ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നമുക്ക് അപ് ടു ഡേറ്റിന് എൻട്രി ആപ്പ് ചെയ്ത് എനിക്ക് ഗോൾഡ് ബാച്ചിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ആ ടീച്ചർ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ എല്ലാ നോട്ടും ക്ലിയർ ആയിട്ട് ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് വരും. ഡെയിലി അല്ലാതെ നോർമൽ പ്ലാനിലും അപ് ടു ഡേറ്റിന് ഡെയിലി കറണ്ട് അഫയേഴ്സ് അവർ തരുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇയർ ബുക്കിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം
എല്ലാ പരീക്ഷകളിലും മാറി മാറി വന്നുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇയർ ബുക്ക് മാത്രം പഠിച്ചത് എൻട്രിയുടെ എല്ലാം ടോപ്പിക്ക് തിരിച്ച് ഇയർ ബുക്ക് ഉണ്ട്, അതിന്റെ കോപ്പി എടുത്ത് നമ്മൾ സ്പൈറൽ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 22 എടുത്തു, ഇപ്പൊ 23 എടുത്തിട്ടുണ്ട്, ഇപ്പൊ ലൈവായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. പിന്നെ വരുന്നത് എക്സാംസ് ആണ്, മോക്ക് ടെസ്റ്റ്. 25,000 ക്വസ്റ്റ്യൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ CPO എക്സാമിന് പോയത്. 25,000 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റ് എൻട്രി ചെയ്തത്. ഇപ്പൊ 35,000 ക്വസ്റ്റ്യൻസോളം ഇപ്പൊ ലൈവില് തീർന്നിട്ടുണ്ട്. അയ്യോ, അതൊക്കെ ആദ്യമായിട്ട് ഓരോ സ്റ്റുഡൻസ് ഇത്രയും ചെയ്യുന്നു. ഇത്രയും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, അത് ഉണ്ട് എന്റെ ആപ്പിൽ കാണാം. 25,000 പ്രയോജനപ്പെട്ടല്ലോ, ഇപ്പൊ നല്ല റാങ്ക് കംപ്ലീറ്റ് ആണ് എക്സാമിന് പോകുന്നത്. പക്ഷെ അത് OMR എക്സാം നമുക്ക് തൊഴിൽവാർത്ത തൊഴിൽ രീതിയിലാണ് കൂടുതൽ നമുക്ക് ബബിൾ ചെയ്ത് മൊബൈലിലേക്ക് ഇച്ചിരി കൂടെ വേറെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു എക്സാം കഴിഞ്ഞു, ഇപ്പൊ ഒരു APO എക്സാം കഴിഞ്ഞു, എനിക്ക് പ്രിലിംസ് പാസ്സായി എഴുതാൻ പറ്റിയില്ലായിരുന്നു. APO എക്സാം കഴിഞ്ഞ് അടുത്ത ദിവസം ആ ക്വസ്റ്റ്യൻ പേപ്പർ തേടി നമ്മൾ പോകണ്ട, എൻട്രിയിൽ കറക്റ്റ് വന്നിരിക്കും. നമുക്ക് ആ പ്രീവിയസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം, അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ഫാക്ടുകൾ അതിലെല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങനെ കുറെ കാര്യമുണ്ട്. പിന്നെ മുൻകാല ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ 21-ന് ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ +2 പ്രിലിംസ്, ഡിഗ്രി പ്രിലിംസ് വരെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പോലീസിന്റെ ലൈവ് എക്സാം 2 മണിക്ക് ഞാൻ കാത്തിരുന്ന് കണ്ടിട്ടുണ്ട്. 2 മണിക്ക് ഷോപ്പിലായിരിക്കും ചില ദിവസം, 1:30 വിട്ടാക്കി. എന്നിട്ട് ഒരു ദിവസം എൻ്റെ അനിയൻ നിൽക്കും, ഒരു ദിവസം ഞാനാണ്. അങ്ങനെ മാറി മാറി നിൽക്കുമ്പം 2 മണിയാകുമ്പോൾ നോക്കിയിരിക്കും ലൈവ് എക്സാം എഴുതാൻ. അവിടെ കടയിലിരുന്ന് എഴുതിയിട്ടുണ്ട്, പുറത്തിരുന്ന് എഴുതിയിട്ടുണ്ട്, വീട്ടിലിരുന്ന് വന്നാൽ ലൈവ് എക്സാം പക്ക കാത്തിരുന്നാണ് എഴുതുന്നത്. അടുത്ത ദിവസം 8 മണിക്ക് എക്സാം റിസൾട്ട് വരും. ഞാൻ രാത്രി കമ്പൻസിഡ് കഴിഞ്ഞ് ഉറക്കണെങ്കിൽ 8 മണി 8:30 ആവും. അപ്പോഴത്തേക്കും 8:30 ആകുമ്പോൾ ഞാൻ ആദ്യം എണീറ്റിട്ട് റിസൾട്ട് നോക്കും. ഒന്നിൽ ഞാനും എൻ്റെ അനിയനും മാറി മാറി 1, 2, 3 റാങ്ക് വന്നു. 10-നകത്ത് ആ ലൈവ് എക്സാം. ഓരോ ദിവസം 3 മാസമായപ്പോഴേ ആ ഏപ്രിലുള്ള സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ഉണ്ട്. ഏപ്രിൽ മാസത്തെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ കറക്റ്റായി എനിക്കറിയാം. അപ്പോഴും പഠിച്ച് ഞാൻ ട്രാക്കായി വന്ന ഒരു 3-4 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ 70+ ഒക്കെ എത്തി എൻ്റെ CPO എക്സാം. പിന്നെ CPO ഗോൾഡ് ബാച്ചിലെ മെന്റർ വിഷ്ണു സാറാണ്. വിഷ്ണു സാറിന്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ആ മെന്റർഷിപ്പിന്റെ വില അതാണ്. അത് എപ്പോ മെസ്സേജ് അയച്ചാലും പുള്ളി എനിക്ക് അപ്പോ സ്പോട്ടിൽ തരും. ആദ്യം സാറിന്റെ ബാച്ചായിരുന്നു, പിന്നെ ഇങ്ങോട്ട് മാറേണ്ടി വന്നു. എക്സൈസ് ഓഫീസർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർഫോഴ്സ്, SI, CPO ഉൾപ്പെടെ വിവിധ സേനാ പരീക്ഷകൾക്കായി തീവ്ര പരിശീലനമൊരുക്കി എൻട്രി. ഇപ്പോൾ കേട്ടില്ലേ അവരുടെ സന്തോഷങ്ങളും അവരുടെ വീട്ടുകാരുടെ സന്തോഷങ്ങളും അവരുടെ വാക്കുകളും അവരുടെ സ്വപ്ന ജോലിയിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുപോലെ അടുത്ത തവണ നിങ്ങളായിരിക്കണം നിങ്ങളുടെ ആ ഒരു സ്വപ്ന ജോലിയിൽ എത്തിച്ചേരേണ്ടത്. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ വിജയങ്ങളും ലോകം കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങൂ. എൻട്രിയുടെ ബി ദ ഫോഴ്സിന്റെ ഭാഗമാകൂ.